മതിലകം വീണ്ടും ഒരു അഖിലേന്ത്യാ വോളിബോൾ ആരവങ്ങളിലേക്ക് ചുവടുവയ്ക്കുന്നു. മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന രണ്ടാമത് സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ മതിലകം സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോളിബോളിന്റെ ആവേശം ത്രസിപ്പിക്കുന്ന മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ അണിനിരക്കും. 15,000-ൽ പരം വോളിബോൾ പ്രേമികൾക്ക് കളി കാണാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കുന്നത്. 10 നിലകളുള്ള ഗ്യാലറിയും കോർട്ടിന് ചുറ്റും കസേരകളും കാണികൾക്കായി ഒരുക്കും. 250 പേരുടെ സംഘാടക സമിതി രൂപവത്കരിച്ച് ചുമതലകൾ വിഭജിച്ചു നൽകി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. 10ഓളം അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കും. ഏകദേശം 60 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെയുള്ള പോരാട്ടം കൂടിയാണിത്. ഈ വിപത്തിനെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണം. ഇതിനെതിരെ കളിയും കളിക്കളവും ഒരുങ്ങണമെന്നും ET ടൈസൺ MLA, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ VK മുജീബ് റഹ്മാൻ, KY അസീസ്, MA വിജയൻ, CS രവീന്ദ്രൻ, ഹംസ വൈപ്പിപ്പാടത്ത്, ഷിജു വർഗീസ്, PH അമീർ, PH നിയാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാര്യങ്ങളുണ്ടെങ്കിലും വോളിബോളിലുള്ള പ്രാധാന്യം വളരെ മികച്ചതാണെന്നുള്ളതും നമുക്കറിയാം. നമ്മളിപ്രാവശ്യമാണെങ്കിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് നടപ്പാക്കും. ഒരു ഏപ്രിൽ മാസം അവസാനം തുടങ്ങി മെയ് ആദ്യം വരെയുള്ള സമയത്ത് നടപ്പാക്കണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ പുരുഷന്മാർ സ്ത്രീകളിൽ വ്യത്യസ്തമായിട്ടുള്ള 2 തരത്തിലും ആലോചിക്കുന്നുണ്ട്. സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറേ നാൾക്ക് മുമ്പ് വളരെ ഭംഗിയായി സംഘടിപ്പിച്ചപ്പെട്ട ഈ ആളുകൾ തന്നെയാണ് മിക്കവാറായിരിക്കുന്ന ആളുകളൊക്കെ. നമ്മൾ ആ രീതിയിലാണ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ വോളിബോളിന് അത് മാത്രമല്ല, ഒരു സ്പോർട്സ് അക്കാദമി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രദേശത്ത് ഇത്രയും കാര്യങ്ങൾ വളർന്നു വരുന്നൊരു ആഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും ഏറ്റവും മാരകമായിട്ടുള്ള വിപത്തായിട്ട് ലഹരി വരികയാണ്. ആ ലഹരി വരുമ്പോൾ നമുക്ക് അതിനുള്ള പകരം വയ്ക്കാവുന്ന ഒരു കാര്യം കലാകായിക രംഗത്തെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. ഏകദേശം 15,000-ഓളം കാണികളെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയമാണ് ഉദ്ദേശിക്കുന്നത്. ഗ്യാലറികളിലും കസേരകളിലുമായി 15,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 250 പേരുടെ സംഘാടക സമിതി രൂപീകരിക്കുകയും അവരുടെ പ്രവർത്തനത്തിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാഷ് സൂചിപ്പിച്ചതുപോലെ 10 അനുബന്ധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം 60 ലക്ഷം രൂപയോളം ചെലവ് ഇതിന് പ്രതീക്ഷിക്കുന്നു. നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളും സ്ഥാപനങ്ങളൊക്കെ തന്നെ ഏകദേശം നമ്മളോട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത് സീഷോർ ഗ്രൂപ്പാണ്.